നോക്കൂ, നിങ്ങൾ തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന് ഒരു ഓഫീസുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന പന്തലിന്റെ സ്റ്റേജില്ല, ആ പന്തലിന്റെ മാത്രം വലിപ്പമുള്ള ഒരു ഓഫീസാണ്, ഒറ്റ നിലയുള്ള ഒരു ഓഫീസാണ് മുസ്ലിം ലീഗിന് തിരുവനന്തപുരത്തുള്ളത്. നസീറക്ക് അറിയാം, ഞങ്ങൾ അവിടെ പോയാൽ ഫ്രഷ് ആവാനൊക്കെ അവിടെയാണ് പോകാറ്. ഒറ്റ ഹാളാണ്, ഒരൊറ്റ ഹാള് മാത്രം, അതാണ് മുസ്ലിം ലീഗിന്റെ ഓഫീസ്. എന്നാൽ CPM ഓഫീസ് ഏതാണ്? CPM ഓഫീസ്, അവരുടെ സെന്റർ എന്ന് പറഞ്ഞാൽ ആകാശത്ത് ചുംബിക്കുന്ന ഒരു പഴയ ഓഫീസ്. ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ആകാശം ചുംബിക്കുന്ന 2ാമത്തെ ഓഫീസ്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ഒരു നില, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് മറ്റൊരു നില, സംസ്ഥാന സെക്രട്ടറിക്കും ഭാരവാഹികൾക്കും മറ്റൊരു നില, അതിന്റെ മുകളിൽ യുവജന സംഘടനകൾക്ക് ഒരു നില, അതിന്റെ മുകളിൽ ഒരു കോഫി ഷോപ്പ്, അതിന്റെ മുകളിൽ അവരുടെ സൈബർ വിങ്, അങ്ങനെ അമ്പരചുംബിയായ 2 കെട്ടിടങ്ങൾ. അനന്തപുരിയുടെ നഗരത്തിൽ 2 കെട്ടിടങ്ങളുള്ള പാർട്ടിയുടെ പേരാണ് CPM. ഞങ്ങൾക്ക് ആകെ അവിടെയുള്ളത് ഈ പന്തലിന് അത്ര വലിപ്പമുള്ള ഒരു ചെറിയ ഓഫീസാണ്. എന്നാൽ നിങ്ങൾ ചുംബിക്കുന്ന അതേ ആകാശത്തിൽ ചുംബിക്കുന്ന 3 അമ്പരചുംബികളായ കെട്ടിടങ്ങൾ അനന്തപുരിയുടെ നഗരവീതിയിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ അഭിമന്യനായ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രജിസ്റ്റർ ചെയ്ത 3 കെട്ടിടങ്ങൾ, അതിന്റെ പേര് പാർട്ടി ഓഫീസ് എന്നല്ല, CH സെന്റർ എന്നാണ്. അത് ഞങ്ങൾക്ക് മാത്രമാണ്. തിരുവനന്തപുരത്തെ ആ തിരക്ക് പിടിച്ച വഴിവീതികളിലൂടെ പാവപ്പെട്ട രോഗികൾ വരുമ്പോ 2 കെട്ടിടങ്ങളുള്ള CPM-കാരൻ, ഒരു കെട്ടിടം ഞങ്ങൾ പാവങ്ങൾക്ക് വിട്ടുകൊടുക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചില്ല. ഒരു കെട്ടിടം ഉണ്ടാക്കാതെ ഞങ്ങൾ തീരുമാനിച്ചത് പാവപ്പെട്ടവന് വേണമെന്നാണ്. നോക്കൂ, നിങ്ങൾ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ ഓഫീസ്, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോ മുസ്ലിം ലീഗിന്റെ ഓഫീസ്? അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാം. മെഡിക്കൽ കോളേജിന് തൊട്ട് ഓപ്പോസിറ്റായി 2 കെട്ടിടങ്ങളുണ്ട്, 3 കെട്ടിടങ്ങളുണ്ട്. അതിൽ 2 ബഹുനില കെട്ടിടങ്ങളുണ്ട്. ഒരു പക്ഷേ മുസ്ലിം ലീഗ് ഓഫീസിനേക്കാൾ വലിയ കെട്ടിടം. അതിന് നമ്മൾ പേരിട്ടത് ഒന്ന് PTH ഹൗസ് എന്നാണ്, മറ്റൊന്ന് CH സെന്റർ എന്നാണ്. നമ്മൾ ഉണ്ടാക്കിയതാണ്. മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് മുമ്പിൽ ചെന്നാൽ ആ ഓഫീസിനേക്കാൾ വലിയ കെട്ടിടം നമ്മളൊന്നുണ്ടാക്കി. അതിന് നമ്മൾ പേരിട്ടു CH സെന്റർ എന്ന്. നിങ്ങളുടെ കണ്ണൂരിൽ ഒരു വില്ലേജ് തന്നെ ആരംഭിക്കാൻ വേണ്ടി, PTH വില്ലേജ് തന്നെ ആരംഭിക്കാൻ ഏക്കർ കണക്കിന് സ്ഥലമെടുത്ത് നമ്മൾ പദ്ധതി നടത്തുന്നു. ലീഗുള്ള ഇടം നരകമാണോ? ലീഗുള്ള ഇടം സ്വർഗമാണോ? എതിരാളികൾ പരിശോധിക്കേണ്ടതാണ്. ഈ കൊടി പിടിക്കുന്ന ചെറുപ്പക്കാർ, ഇതിനേക്കാൾ മനോഹരമായ മറ്റേത് പതാകയാണ് നിനക്ക് പിടിക്കാൻ വേണ്ടി കഴിയുക? ജീവിതകാലം ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ, എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ, ആ രാഷ്ട്രീയം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരുന്നു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ, ഇതിനേക്കാൾ മികച്ചൊരു പതാക നിങ്ങൾക്ക് വേറെ ഏതാണ് ഉണ്ടായത്?